മാട ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതിൽ അഭിമാനിക്കുകയാണ്. പിന്നീട് നമ്മുടെ പാർട്ടിയെ ഈ പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മാട ഏരിയയിലെ പാർട്ടി എന്ന് പറയുന്നത് മഹാന്മാരായിട്ടുള്ള നിരവധിയായിട്ടുള്ള നേതാക്കൾ, എം പി നാരായണൻ നമ്പ്യാർ ഉൾപ്പെടെ, അതുപോലെ തന്നെ KPR ഉൾപ്പെടെ, OV നാരായണേട്ടൻ, അതുപോലെ തന്നെ നാരായണ മാഷ്, PP ദാമോദരൻ, IV ശിവരാമേട്ടൻ, അങ്ങനെ നിരവധിയായിട്ടുള്ള വലിയ മഹാന്മാരായിട്ടുള്ള നേതാക്കൾ നയിച്ച ഒരു ഏരിയ കമ്മിറ്റിയാണ് മാട ഏരിയ കമ്മിറ്റി. അവരെല്ലാം അനുഭവങ്ങളെയും പഠിച്ചുകൊണ്ട് പഴയ സഖാക്കളെയും കൂടി എല്ലാവരെയും ചേർത്തുകൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള ചുമതലയാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ആ ഉത്തരവാദിത്വം പരമാവധി കഴിവിനനുസരിച്ച് നിർവഹിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ചെയ്യാൻ ഉള്ളത്. നേരത്തെ ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായിട്ടാണ്, ദേശാഭിമാനി ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായിട്ടാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. പിന്നീട് DYFIയുടെ ചെറുതാഴം ഈസ്റ്റ് വില്ലേജ് സെക്രട്ടറി, അതുപോലെ തന്നെ മാടായിയുടെ അവിഭക്ത ഏരിയ സെക്രട്ടറി, ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ DYFI രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ കർഷക തൊഴിലാളി രംഗത്താണ് ഞാൻ പ്രവർത്തിച്ചത്. കർഷക തൊഴിലാളി മാട ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയും ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. നേരത്തെ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ജില്ലാ സെക്രട്ടറി, അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും CWCയുടെ അംഗം എന്ന നിലകളിലും ഈ രംഗത്തെല്ലാം പൊതുപ്രവർത്തന രംഗത്ത് പല പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകളെല്ലാം പൊതുവായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി ഏരിയ സെക്രട്ടറി എന്നൊരു ചുമതലയാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടി നയത്തിനനുസൃതമായി മുന്നോട്ടേക്ക് പോവുക. കഴിഞ്ഞ ടേമിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ്. അതെ, പ്രധാന വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവിടുത്തെ കാർഷിക മേഖലയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവിടെ അടിസ്ഥാന സൗകര്യ വികസനം, എല്ലാ റോഡുകളും പൊതുവിൽ മെച്ചപ്പെട്ടതാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ പരിസ്ഥിതിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ കാർബൺ ന്യൂട്രൽ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഫലമായി സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ മുഖ്യമന്ത്രിയിൽ നിന്നുൾപ്പെടെ 4-5 അവാർഡുകൾ കരസ്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പൊതുവിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിൽ ആ കാലഘട്ടത്തിൽ പൊതുവിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് കൂട്ടായി ചേർന്ന് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.